സമയത്ത് മഴ പെയ്യുന്ന സമയത്ത് ആ മഴവെള്ളം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു അമല് ആദരവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ശരീരത്തിലെ രോഗങ്ങൾക്ക് തുടർച്ചയായി 7 ദിവസം അതുകൊണ്ട് അമൽ ചെയ്താൽ ശരീരത്തിലെ ഏത് രോഗങ്ങളാണെങ്കിലും അത് പ്രത്യേകം പറഞ്ഞതായിട്ട് കാണാം. എല്ലുകളിലുള്ള രോഗങ്ങള്, ശരീരത്തിലെ അവയവങ്ങളിലുള്ള രോഗങ്ങള്, ഇങ്ങനെ എല്ലാ രോഗങ്ങൾക്കും അത് ശിഫയാണെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആ മഹത്തായ അമലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായും കൃത്യമായും കാണാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നാം ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഓരോ അമലുകൾ ചെയ്യുമ്പോഴും ആ അമല് ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ചെയ്യുന്ന അമല് കാരണമായിട്ട് എൻ്റെ ഈ രോഗം ശിഫയാകാൻ അത് കാരണമാകും എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് വേണം. ഏതു കാര്യം വിശ്വാസത്തോടു കൂടെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ വിശ്വാസത്തോടു കൂടെ ചെയ്യുമ്പോൾ അതിന് നല്ല ഫലമുണ്ടാകും എന്നുള്ളതാണ്. നമ്മൾ ഈ ചെയ്യുന്നതൊക്കെ വിശുദ്ധ ഖുർആൻ കൊണ്ടാണ്. അതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഖുർആൻ അത് ശിഫയാണ്. അപ്പൊ അറിയേണ്ടതുപോലെ അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതുപോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ രോഗം നൽകുന്നവൻ റബ്ബാണ്. ആ രോഗത്തിനുള്ള ശിഫാവും അത് നൽകുന്നത് റബ്ബാണ്. നമ്മൾ ഡോക്ടറുടെ അടുക്കൽ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നു, മെഡിസിൻസ് കഴിക്കുന്നു, ടാബ്ലറ്റ് എടുക്കുന്നു, ഓപ്പറേഷൻ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്താലും അത് ശിഫയാക്കുന്നവൻ റബ്ബാണെന്ന് വിശ്വസിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ആ വിശ്വാസമാണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ അഖദ മിൻ മാഇൽ മത്തർ, ആരെങ്കിലും വല്ല ഒരുത്തനും മഴവെള്ളത്തിൽ നിന്ന് അല്പമെടുത്ത് വഖറഅ അലൈഹി ഫാത്തിഹത്തുൽ കിതാബ് 70 മറ, 70 തവണ ഫാത്തിഹ ഓതുക. അപ്പൊ മഴവെള്ളം, ആദ്യത്തെ മഴവെള്ളം കിട്ടുന്ന സമയത്ത് ആ മഴവെള്ളം എടുക്കുക. ആ മഴവെള്ളത്തിൽ ഫാത്തിഹ 7 തവണ, 70 തവണ 70 മറ, 70 തവണ ഫാത്തിഹ അതിലേക്ക് ഓതിയിട്ട് ഓരോ തവണ ഓതുമ്പോഴും ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് ഓതുക. ആയത്തുൽ കുർസി 70 മറ, ആയത്തുൽ കുർസി 70 തവണ ഓതുക. വൽ ഇഖ്ലാസ് 70 മറ, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന ആ സൂറത്ത് അത് 70 തവണ. വൽ മുഅവ്വിദത്തൈൻ 70 മറ, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഈ സൂറത്തുകളൊക്കെ 70 തവണ ഓതുക. അങ്ങനെ ഓതിയിട്ട് അവൻ അതിലേക്ക് ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഓതുക. വെറും ഓതലല്ല, ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഓതുക. അങ്ങനെ ഓതിയതിന് ശേഷം അത് കുടിക്കണം. എങ്ങനെ കുടിക്കണം? അലരീഖ്, വെറും വയറ്റിൽ കുടിക്കണം. എത്ര ദിവസം കുടിക്കണം? 7 അയ്യാമിൻ മുത്തവാലിയത്തിൻ, തുടരെയുള്ള 7 ദിവസങ്ങളിൽ പ്രഭാതത്തില് വെറും വയറ്റിൽ കുടിച്ചാൽ അത് അവന്റെ ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും തൊട്ടും അത് ശിഫയാകുമെന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇങ്ങനെ ഒരു അമല് നിങ്ങൾ കേൾക്കുമ്പോൾ, നമ്മളിപ്പോ മഴ പെയ്യാനിരിക്കുന്ന സമയമാണ് അല്ലെ, ഏകദേശം കുറച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്യും. ആ സമയത്ത് ആ മഴവെള്ളം എടുത്തിട്ട് ഒരുപാട് ഡോക്ടറെ കാണിച്ചിട്ട് മാറാത്ത എത്രയോ രോഗങ്ങൾ ഉണ്ടാകും. ആ രോഗങ്ങൾക്കൊക്കെ ഈ ഒരു അമല് ജീവിതത്തിൽ ചെയ്തു നോക്കൂ, നല്ല ഫലം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് രോഗികളുണ്ട്, അവരുടെയൊക്കെ രോഗങ്ങൾക്ക് അല്ലാഹു ആജിലായ കാമിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിശുദ്ധ ഖുർആനാണ്. എത്രയോ ആളുകൾ വിശുദ്ധ ഖുർആൻ കൊണ്ട് അവരുടെ രോഗങ്ങൾക്ക് വേണ്ടി ട്രീറ്റ്മെന്റ് നടത്തുമ്പോൾ, അതിനുവേണ്ടി ഖുർആൻ ഓതിയിട്ട് മന്ത്രിച്ചൂതുമ്പോൾ എത്ര മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ കാണിച്ച് മാറാത്ത എത്രയോ മാരകമായ രോഗങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ മാസ്മരിക വചനങ്ങളുടെ അത്ഭുത ഫലങ്ങളെ കൊണ്ട്, മുഅ്ജിസത്ത് കൊണ്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതൊക്കെ വിശുദ്ധ ഖുർആനിന്റെ മഹത്വമാണ്. അത് അല്ലാഹുവിന്റെ കലാമാണ്. അതുകൊണ്ട് മാറാത്ത രോഗങ്ങളില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകട്ടെ. വലിയ വലിയ രോഗങ്ങൾക്ക് കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങളെ കൊണ്ട്, കിഡ്നി ഫെയിലായവര്, അറ്റാക്ക് സംഭവിച്ചവര്, അങ്ങനെ തുടങ്ങി ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ, പ്രമേഹം ഉൾപ്പെടെയുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര്, നമ്മുടെ നൂറെ മദീനയുടെ മജ്ലിസിൽ പങ്കെടുക്കുന്ന എത്രയോ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ ഈ വിനീതനോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര് പലരും അവർ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന്റെ തൊട്ട് മുമ്പ് നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് അറിയിക്കും, ഉസ്താദെ ഇന്നൊരു ടെസ്റ്റിന് പോകുന്നുണ്ട്, ഇന്ന് എൻഡോസ്കോപ്പി എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്, ഉസ്താദ് ഇന്ന് ക്യാൻസറിന്റെ ടെസ്റ്റ് ആണ്, ഉസ്താദ് ഇന്ന് ഇന്ന ടെസ്റ്റ് നടത്താൻ വേണ്ടി പോവുകയാണ്, ഉസ്താദ് പ്രത്യേകം ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പലരും നമ്മോട് ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെയൊക്കെ രോഗങ്ങൾക്ക് നീ ആജിലായ കാമിലായ ശിഫ നൽകണം അല്ലാഹ്, സമ്പൂർണ്ണ സിഹത്ത് നൽകണം അല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ അമല്
ആദ്യമായിട്ട് മഴ പെയ്യുന്ന സമയത്ത് ആ മഴവെള്ളം എടുത്ത് ചെയ്യുക. ഇതധികം കൂടുതൽ പണിയില്ല. കാരണം 7 ദിവസം ഇത് കുടിക്കണം എന്ന് പറഞ്ഞാല് ഒരൊറ്റ ദിവസം ഊതി വെച്ചാൽ മതി അല്ലേ? ഒരൊറ്റ ദിവസം ഈ വെള്ളം ശേഖരിച്ചു കൊണ്ടുവന്ന് 7 ദിവസം കുടിക്കാനുള്ള വെള്ളമായിട്ട് ശേഖരിച്ചു വെക്കുക. അങ്ങനെ ശേഖരിച്ചു വെച്ചിട്ട് 7 ദിവസം വെറും വയറ്റിൽ കുടിച്ചാൽ മതി. അപ്പൊ നല്ല മാറ്റം ഉണ്ടാകും. നിങ്ങൾക്ക് തന്നെ ഇത് പറയുമ്പോൾ തന്നെ ഇത് ആർക്കാണ് ഏറ്റവും കൂടുതൽ ഫലിക്കാന്ന് ചോദിച്ചാല് നമ്മൾ പറയുമ്പോൾ തന്നെ മനസ്സിന്റെ ഉള്ളില് ഇത് ഞാൻ ചെയ്താൽ എനിക്ക് മാറുമെന്ന് തോന്നുന്നുണ്ടോ എന്നാൽ നിങ്ങൾ തീർച്ചയായും ചെയ്യണം. അത് നിങ്ങളുടെ വിശ്വാസമാണ്. അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. വെള്ളം കുടിക്കുന്ന സമയത്ത് അത് പ്രഭാതത്തിലായിരിക്കണം, ഇരുന്നു കുടിക്കണം. കുടിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി കുടിക്കണം. അങ്ങനെ കുടിച്ചു കഴിഞ്ഞ് 3 മുറുക്കായിട്ട് കുടിക്കണം. 3 മുറുക്ക് കുടിച്ചു കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ എന്ന് പറയണം. ഇതൊക്കെ കുടിക്കുന്ന സമയത്ത് പാലിക്കേണ്ട മര്യാദയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് രോഗികളുണ്ട്. അള്ളാഹുവെ അവർക്കൊക്കെ നീ ആജിലായ കാമിലായ ശിഫ നൽകണം. അല്ലാഹ് നമ്മുടെ നൂറെ മദീനയുടെ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെ 6:15 രാത്രി 7:15 നടക്കുന്നുണ്ട്. നിങ്ങൾ ആ മജ്ലിസിലൊക്കെ പങ്കെടുക്കണം. അതിൽ അസ്മാഉൽ ഹുസ്ന പാരായണം ചെയ്യുന്നുണ്ട്. രാവിലെയും അസ്മാഉൽ ഹുസ്ന പാരായണം ചെയ്യുന്നുണ്ട്, രാത്രിയും അസ്മാഉൽ ഹുസ്ന പാരായണം ചെയ്യുന്നുണ്ട്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളെ അസ്മാഉൽ ഹുസ്നയുടെ റിയാദ് വീട്ടിയ എത്രയോ ആളുകളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു അതിന്റെ ഫലം നൽകട്ടെ. അസ്മാഉൽ ഹുസ്ന കൊണ്ടുള്ള നമ്മുടെ അമലുകൾ ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ അമലുകളും ജീവിതത്തിൽ ചെയ്തു നോക്കുക. നല്ല നല്ല മാറ്റങ്ങൾ അത് കാരണമായിട്ട് വരും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.